യു എയിൽ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ അക്കൗണ്ട് സിസ്റ്റം നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മുൻപ് നമ്മൾ ക്വാർട്ടർലി നമ്മൾ വാറ്റ് പേ ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മൾ അതായത് സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ജസ്റ്റ് ഇൻപുട്ട് വാറ്റും ഔട്ട്പുട്ട് വാറ്റും ലെഡ്ജർ മാത്രം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഡിഫറൻസ് നോക്കുമ്പോൾ നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യും. ബട്ട് കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗിന്റെ കേസ് വരുമ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ട് ഇൻകം നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. എന്നിട്ടാണ് നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ലെഡ്ജർ. അതുപോലെ തന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അതായത് റിലേറ്റഡ് പാർട്ടി സെയിൽസ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇത് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, അത് ഇതുപോലുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഇൻകം, ഇതിനെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് നമ്മൾ ലെഡ്ജേഴ്സ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ലെഡ്ജേഴ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഈ ലെഡ്ജേഴ്സിന്റെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ലെഡ്ജർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണം, നമ്മൾ പഴയ സിസ്റ്റം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കോർപ്പറേറ്റ് ടാക്സ് പീരിയഡ് ഫസ്റ്റ് ഇയർ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എല്ലാ ലെഡ്ജേഴ്സും നമ്മൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ആണ്, നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുക. അത് കോർപ്പറേറ്റ് ടാക്സ് കംപ്ലയൻസിനും IFRS കംപ്ലയൻസിനും വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ലെഡ്ജേഴ്സ് സ്ട്രക്ചർ ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷണലെ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കുക, ഇത് പ്രോപ്പർ ആണോ, എന്നിട്ട് ഇതെല്ലാം ഓക്കെ ആണോ ചെക്ക് ചെയ്യിപ്പിക്കുക. അതായത് ഇതിന്റെ ഈ കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ട് സോഫ്റ്റ്വെയറും അതിന്റെ ലെഡ്ജേഴ്സ് സ്ട്രക്ചറും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സ്ട്രക്ചർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏതൊക്കെ ലെഡ്ജേഴ്സ് നമ്മൾ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ അതായത് ഇതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്.